പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ ദൈവദാസന്മാർ, കടന്നിരിക്കുന്ന ദൈവജനങ്ങൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ഈ പട്ടണത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നൽകിയ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന പ്രിയ സജി പാസ്റ്റർ, ചേർന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന മറ്റ് സഹശുശ്രൂഷകന്മാർ, ദൈവജനങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ജയൻ, ജീജാൻ, അവരോട് ചേർന്ന് വളരെ നാളുകൾക്ക് ശേഷം പ്രത്യേകിച്ച് ഈ പട്ടണത്തിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നൽകിയ അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആര് കടന്നു വന്നതിനേക്കാളും ഏറ്റവും പ്രധാനം നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യം എവിടെ ഇറങ്ങി വരുന്നോ അവിടെ ഒരു ആശ്വാസമുണ്ട്, ബലമുണ്ട്, ധൈര്യമുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയാൽ, അവൻ്റെ വലത്ത് ഭാഗത്തെ പ്രമോദങ്ങളാൽ ഇന്ന് പകൽ കർത്താവ് നമ്മെ നിറയ്ക്കുമാറാകട്ടെ. ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവ്, ഇന്ന് പകൽ ഞങ്ങളുടെ അന്തരാത്മാവിൽ ദൈവശക്തിയുടെ വലിയൊരു വ്യാപാരം അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ഒന്ന് ബലപ്പെടണം. നമ്മുടെ പുറമെയുള്ള മനുഷ്യന് ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ നടക്കുന്ന ആരാധനയിൽ കൂടി, വചന കേൾവിയിൽ കൂടി നാം നമ്മേത്തിന് ദൈവത്തിൽ ഒന്നുകൂടി ഒന്ന് പുതുക്കുവാൻ, ദൈവഹിതത്തിലേക്കൊന്ന് നയിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ ഒന്ന് ഏറ്റെടുക്കുവാൻ നമുക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചിട്ട്, കർത്താവ്, ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അമിതമായ ശക്തി എൻ്റെ മേൽ പകരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ പകരപ്പെടുമാറാകണം. അവിടുത്തെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കുമാറാകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം സൂക്ഷിക്കായിട്ട് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. 34-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യാം. 34-ാം സങ്കീർത്തനം, Psalms 34. സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. മക്കളെ, വന്നെനിക്ക് ചെവി തരുവീൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഹല്ലേലൂയ. അല്പനിമിഷങ്ങൾ ഹല്ലേലൂയ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ തകർച്ചയുടെ വേളയിൽ ഹല്ലേലൂയ നാം നുറുങ്ങിയപ്പോൾ, നാം ഭാരപ്പെട്ടപ്പോൾ നമ്മുടെ സമീപം ഇറങ്ങി വന്ന് നമ്മെ സഹായിച്ച കർത്താവിനെ നന്ദിയോടെ അല്പനിമിഷങ്ങൾ വിശുദ്ധ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് അധരങ്ങളെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. കർത്താവ് നൽകിയ സംരക്ഷണത്തിനായി, ദൈവിക പരിപാലനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നു. നമ്മെ വിടുവിച്ച കർത്താവിനെ ചേർന്ന് സ്തുതിക്കാം. കർത്താവ് ചെയ്ത നന്മകൾക്ക്, ഉപകാരങ്ങൾക്ക് പകരം കൊടുക്കുവാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇന്ന് പകൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. കർത്താവേ, ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കുമായി സ്തോത്രം, എല്ലാ ദൈവിക ഉപകാരങ്ങൾക്കുമായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ദിവസമായിരിക്കാം. ബഹുമാന്യ കർത്തദാസന്മാർ, കടന്നിരിക്കുന്ന ദൈവജനങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം.
പ്രത്യേകിച്ച് പ്രിയ ജസ്റ്റിനോടും കുടുംബത്തോടും കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നൽകിയ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മുഖവരോളൊന്നും കൂടാതെ സങ്കീർത്തന ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുക വളരെ പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് ദൈവസനിലേക്ക് അടുത്തു വരാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണല്ലോ 34 സങ്കീർത്തനം. ഓരോ പ്രാവശ്യം നാം വായിക്കും തോറും ദൈവസന്നിധിയിൽ കർത്താവിന് ഒന്നുകൂടി സ്തുതിപ്പാനും ദൈവസനിലെ ആശ്വാസവും ബലവും ധൈര്യവും പ്രാപിപ്പാൻ കഴിയുന്ന വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. അതിനകത്തെ പല വാക്യങ്ങളും നമ്മുടെ ജീവിതാനുഭവങ്ങളോട് ചേർന്ന് നാം പഠിക്കുമ്പോൾ ഒരുപാട് നാം ദൈവസന്നിധിയിൽ കർത്താവിനെ സ്തുതിപ്പാനിടയായി തീരുന്ന ഒരു സങ്കീർത്തനമാണ്. നാം ബലപ്പെടുവാൻ കാരണമായി തീരുന്ന ഒരു സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. അതിനകത്ത് ഒരു വാക്യം മാത്രം വായിച്ച് ചില ചിന്തകൾ നിങ്ങളെ ഓർപ്പിക്കുവാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണം. എൻ്റെ 5-ാം വാക്യം ഒരാൾക്ക് ശബ്ദം നിർത്തി വായിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. 34 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമൊക്കെ അതിൻ്റെ ശീർഷകത്തിൽ നമുക്ക് കാണാൻ കഴിയും. വളരെയധികം പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ദാവീദ് ആ പ്രതിസന്ധിയിൽ നിന്ന് ദൈവത്താൽ വിടുവിക്കപ്പെട്ട അനന്തരം അവൻ രചിച്ച സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. കർത്താവ് തന്നെ നടത്തിയ വിധങ്ങൾ, കർത്താവ് തന്നെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, വിടുതലുകളൊക്കെ വർണ്ണിച്ച അനന്തരം 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രകാരം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ ഈ എളിയവന്റെ മുഖത്തെ ലജ്ജിപ്പാൻ ദൈവം അനുവദിച്ചില്ല, മുഖത്തെ ശോഭിതമാക്കി കർത്താവ് മാറ്റുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ദാവീദിനോട് ചേർന്ന് എനിക്കും നിങ്ങൾക്കും പറയുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യം ഇത് തന്നെയല്ലേ? ദൈവമുഖത്തേക്ക് നോക്കിയത് മൂലം നമ്മുടെ ജീവിതം പ്രകാശപൂർണമായി തീർന്നു. ലജ്ജിച്ചു പോകുവാൻ ഇടയാകാതോണം ഇത്രത്തോളം കർത്താവ് നമ്മെ നടത്തി എന്ന് പറയുന്നവർ തങ്ങളുടെ വിശുദ്ധ കാരണങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, പല ഇംഗ്ലീഷ് വേർഷൻ വളരെ എന്നെ സന്തോഷിപ്പിച്ച ഒരു ഇംഗ്ലീഷ് വേർഷൻ എൻ്റെ കണ്ടംപററി വേർഷനാണ്. അതിനകത്ത് പ്രകാരം വായിക്കുന്നു, കീപ് യുവർ ഐസ് ഓൺ ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിങ്കിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക എന്നാണ് ആ വേർഷനിൽ കാണുക. ഈ വാക്യത്തിൽ നിങ്ങളെ ഇന്ന് പകൽക്കാലം എനിക്ക് ഓർപ്പിച്ചുണർത്തുവാനുള്ളത്, ദൈവമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തുക എന്നൊരു ആത്മീക ആഹ്വാനം നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം എനിക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ നാം ഒന്ന് ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് നാം ദൈവമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തേണ്ടതെന്ന ഒരു 3-4 ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. 121-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഹല്ലേലൂയ നാം പാട്ടിലൊക്കെയും വേദഭാഗങ്ങളൊക്കെയും നാം പാടി കർത്താവിനെ സ്തുതിപ്പാനിടയായി തീർന്നു. എന്നാൽ ഒന്നുകൂടി ഒന്ന് വായിച്ചാട്ടെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഒന്ന് ചേർന്ന് പറയാമോ? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തേണ്ടതെന്നറിയാമോ? നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവൻ, ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച ഒരുവൻ, ഹല്ലേലൂയ, നമ്മുടെ സഹായത്തിനായി വെളിപ്പെട്ടിറങ്ങി വരുന്ന ഒരുവന്റെ മുഖത്തേക്കാണ് നാം കണ്ണുകളെ ഉയർത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയാത്ത എത്രയോ ജീവിതാനുഭവങ്ങൾ കൂടി നാം കടന്നു പോകുന്നുണ്ട്. നമ്മുടെ അടുക്കലേക്കൊന്ന് ഓടിയെത്തുവാനോ നമ്മെ ആശ്വസിപ്പിക്കുവാനോ ഒരു കരം തന്ന് നമ്മെ സഹായിപ്പാനോ കഴിയാത്ത വിധത്തിൽ മാനുഷിക സഹായങ്ങളൊക്കെ അപര്യാപ്തമാകുമ്പോൾ, മാനുഷിക സഹായങ്ങളൊക്കെ വ്യർത്ഥമാകുമ്പോൾ എന്നെ നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവന്റെ മുഖത്തേക്കാണ് നാം കണ്ണുകളെ ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ വേദന, നമ്മുടെ അടുക്കലേക്ക് ഒരുവന് പെട്ടെന്ന് കടന്നു വരാൻ കഴിയാത്ത അനുഭവങ്ങളുടെ ആ ദുഃഖകരമായ ആ ഒറ്റപ്പെടുത്തലൊക്കെ കോവിഡ് നമ്മെ ഒരുപാട് പഠിപ്പിച്ചു അല്ലേ? ഒരുവൻ ഓടി വരണമെങ്കിൽ പോലും നമ്മുടെ അടുക്കലേക്ക് അടുത്ത് വരുവാൻ കഴിയുകയില്ല. അപ്രകാരം നാം അകപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ സഹായങ്ങളൊക്കെ അപര്യാപ്തമാകുമ്പോഴും എനിക്ക് നിങ്ങൾക്ക് നോക്കുവാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ, ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച, നമ്മെ നിർമ്മിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തുന്നുവെങ്കിൽ, ഹല്ലേലൂയ, പരിധികൾ പരിമിതികൾ ഒന്നുമില്ലാതെ നമ്മുടെ സഹായത്തിനായി അവന് വെളിപ്പെട്ടിറങ്ങി വരുവാനിടയായി തീരും. പഴയ ഭക്തന്മാരുടെ ഒക്കെ ചരിത്രം നാം പഠിക്കുമ്പോൾ, എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, തടവറയിൽ, സിംഹക്കുഴിയിൽ, 4-ാം യാമത്തിൽ നടുക്കടൽ അകപ്പെടുമ്പോൾ ആർക്കും അവരെ സഹായിപ്പാൻ കഴിയും? ഏതെങ്കിലും മനുഷ്യന് അവരെ വിടുവിപ്പാൻ കഴിയുമോ? ആർക്കും അവരെ സഹായിപ്പാൻ കഴിയാത്ത രംഗത്ത് പോലും ദൈവം തന്റെ ദൂതനെ അയച്ച് തന്റെ ഭക്തന്മാരെ വിടുവിച്ചുവെങ്കിൽ, ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവന്റെ മുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തിയാൽ, ഹല്ലേലൂയ, അവൻ നമ്മുടെ അടുക്കലേക്ക് നാം ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് നമ്മെ വിടുവിപ്പാൻ മതിയായ ദൈവമാ. യേശുവിന് ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. തൻ്റെ ജനത്തിൻ്റെ സഹായത്തിനായി ആകാശത്തിൽ കൂടി തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി അവൻ വെളിപ്പെട്ടിറങ്ങി വരും. ഹല്ലേലൂയ. അവന് ബൗണ്ടറീസ് ഒന്നുമില്ല, അവന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. നിന്റെ അടുക്കലേക്ക് ആകാശത്തിൽ കൂടി തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി ഞാൻ നിൽക്കുന്ന ഇടത്തേക്ക്, ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, അവൻ്റെ മുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തേണ്ടത് അവൻ നമ്മെ സഹായിപ്പാൻ കഴിവുള്ള കർത്താവാണ്.
ആസയുടെ പ്രസിദ്ധമായ പ്രാർത്ഥന നമുക്കറിയാമല്ലേ? ഹല്ലേലൂയ. കർത്താവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ നീ അല്ലാതെ സഹായിപ്പാൻ മറ്റാരുമില്ല. 3 ലക്ഷത്തിനെതിരെ 10 ലക്ഷവുമായി സൈന്യവുമായി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, സ്വന്തം കഴിവ് കൊണ്ട് സ്വന്തം പ്രാപ്തി കൊണ്ട് മിടുക്ക് കൊണ്ട് ഒന്നും സാധ്യമല്ലാതിരിക്കുമ്പോൾ നാം ബലഹീനരും അശക്തരുമായി തീരുമ്പോൾ നോക്കുവാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ദൈവമുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരുടെ മുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തേണ്ടത്? 123-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം കൃപ ചെയ്യുവോളം കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാ ദൈവമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തേണ്ടത്? ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും പുകഴുവാനില്ലല്ലേ? ഹല്ലേലൂയ. നാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നാം ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ, നാം 2 വാക്ക് പറയുന്നുവെങ്കിൽ, പാടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഞാൻ ആകുന്നത് കൃപയാൽ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. എന്തിനാ ദൈവമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തേണ്ടത്? ദൈവത്തിന്റെ കൃപ അനന്തമായി നമ്മുടെ മേൽ പകരപ്പെടുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് പകലും ഈ സഭായോഗത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിരുന്നത് ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വത്താൽ. എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ? കർത്താവേ, അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ ഇന്ന് പകൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിപ്പാൻ ദൈവമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തേണ്ടത് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കരുണ പ്രാപിപ്പാൻ, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരുവിൻ. ഇന്ന് പകലും കൃപാസനത്തിന്റെ അടുക്കലേക്ക് നാം അടുത്തു വന്നത് ഞായറാഴ്ച ആയതുകൊണ്ട്, മറ്റൊരു ജോലിയും ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം, ഹല്ലേലൂയ, ഈ കൃപാസനത്തിങ്കിൽ നിന്ന് തത്സമയത്ത് സഹായത്തിനുള്ള ഒരു കൃപ പ്രാപിപ്പാൻ നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് പകലും ദൈവമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തുന്നുവെങ്കിൽ അവന്റെ അനന്ത കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാൻ ഇടയായിത്തീരും. എൻ്റെ കൃപ നിനക്ക് മതി എന്നരുളി ചെയ്ത കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ അവന്റെ കൃപ പകരുവാൻ അവന്റെ മുഖത്തേക്ക് കണ്ണുകളെ നമുക്കൊന്ന് ഉയർത്താം. ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നാം ചെയ്യണമെങ്കിൽ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ, പിശാചിന്റെ പോരുകളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നും നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഇന്ന് പകൽ കർത്താവേ, അവിടുത്തെ കൃപ എൻ്റെ മേൽ ധാരാളമായി പകരപ്പെടുമാറാകണം. ദൈവമുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തേണ്ടത് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ വേണ്ടി. ഇന്ന് പകലും ഈ ആരാധനയിലേക്ക് കടന്നു വന്നപ്പോൾ ആത്മമണ്ഡലത്തിൽ, ഹല്ലേലൂയ, ഒരു ക്ഷീണിച്ച അവസ്ഥയിൽ ആത്മീകമായി മുന്നേറുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിൽ, ശാരീരികമായ രോഗങ്ങളോടെ, മാനസികമായ ബുദ്ധിമുട്ടുകളോടെ, ഹല്ലേലൂയ, സാമ്പത്തിക വിഷയങ്ങളോടെ, നിങ്ങളുടെ ഏത് വിഷയവുമായിട്ട് ഇന്ന് പകൽ ദൈവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു, അതേത് വിഷയമായിരുന്നാലും അവന്റെ നമ്മുടെ വിഷയത്തിന്മേൽ കർത്താവിന്റെ കൃപ ധാരാളമായി പകരപ്പെടുവാനിടയായി. എന്തുകൊണ്ടാണ് ദൈവത്തെ കണ്ണുകൾ ഉയർത്തേണ്ടത്? ദൈവത്തിൽ നിന്ന് നാം കൃപ പ്രാപിക്കാൻ വേണ്ടി ദൈവമുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തണം. 3-ാമത്തെ ചിന്ത, എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച്. എബ്രായർ 12, ഹീബ്രൂസ് ചാപ്റ്റർ 12 verse 1 and 2. അടുത്ത വാക്യം, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ച സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവമുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തേണ്ടത്? അവൻ നമ്മുടെ വിശ്വാസത്തിന് നായകനും അവൻ പൂർത്തി വരുത്തുന്നവനുമായതുകൊണ്ടാണ് നാം അവൻ്റെ മുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തേണ്ടത്. ഹല്ലേലൂയ. ഈ എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ആദ്യ നൂറ്റാണ്ടിൽ ദൈവസഭ സിവിയർ പെർസിക്യൂഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ സമ്പത്തുകളൊക്കെ അപഹരിക്കപ്പെട്ടു, അവരുടെ കുഞ്ഞുങ്ങളെ പിച്ചി ചീന്തി, ഹല്ലേലൂയ, അവരെ ജീവനോടെ വന്യമൃഗങ്ങളുടെ മുമ്പാകെ വലിച്ചെറിഞ്ഞു. അവരെ റോമൻ ചക്രവർത്തിയുടെ പൂന്തോട്ടങ്ങളിൽ അവരെ ചാക്കിൽ കെട്ടി അവരെ പന്തങ്ങളായിട്ട് ഉപയോഗിച്ചു. ഹല്ലേലൂയ. അവരെ ജീവിതത്തിൽ അവരെ പീഡിപ്പിക്കാവുന്നതിൻ്റെ ഏറ്റവും നമുക്ക് ചിന്തിപ്പാൻ പോലും കഴിയാത്ത തരത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവർക്ക് യാതൊരു രാഷ്ട്രീയ പിൻബലമില്ല, അവരൊരു സംഘടിത ശക്തിയല്ല, അവർക്ക്
നമുക്ക് വേണ്ടി പറയുവാൻ ആരുമില്ല. ഇറങ്ങി തിരിച്ചതുപോലും അബദ്ധമായി പോയോ എന്ന് ചിന്തിക്കത്തക്ക നിലവാരത്തിൽ അവർ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയപ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചുണർത്തുകയാണ്. വിശ്വാസത്തിന് നായകന് പൂർത്തി വരുത്തുന്നതുമായ യേശുവിങ്കലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. ഹല്ലേലൂയ. നമുക്ക് നോക്കുവാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കാൽവരി ക്രൂശിലേക്ക് മാത്രമാണ്. ഹല്ലേലൂയ. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. ജീവിതത്തിൽ സഹിഷ്ണുതയുടെ നല്ലൊരു പാഠം പഠിക്കണമെങ്കിൽ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തണം കേട്ടോ. ഹല്ലേലൂയ. തന്റെ മുൻപിലുള്ള സന്തോഷമോർത്ത് അവൻ ക്രൂശിനെ സഹിച്ചുവെങ്കിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടത്തിനപ്പുറത്ത് നിത്യ തേജസ്സിന്റെ ഘനം പ്രാപിക്കുന്നത്. ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കണമെങ്കിൽ നാം കാൽവരി ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് ഉയർത്തണം. ഹല്ലേലൂയ. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് പലതും സഹിപ്പാൻ കഴിയുന്നില്ല. ഒരു ചെറിയ പ്രശ്നത്തിന് പോലും ആത്മീയത വിട്ട് ദൈവത്തെ വിട്ട് കടന്നു പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ, അല്ലേ പ്രിയ ദൈവമക്കളെ, നമുക്കൊരു നായകനുണ്ട്, പൂർത്തി വരുത്തുന്ന ഒരുവനുണ്ട്. അവന്റെ മുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തുവാനിടയായി തീരണം. ഹല്ലേലൂയ. കാൽവരി ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ നമ്മിലേക്ക് വ്യാപരിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരു മൊബൈൽ ഡിവൈസ് ഒരു സോക്കറ്റിൽ കുത്തി ആ സോക്കറ്റിൽ നിന്ന് വൈദ്യുതി അതിലേക്ക് പ്രവഹിക്കുന്നത് പോലെ കാൽവരി ക്രൂശിന്റെ അടുത്ത് വന്ന് അതിലേക്ക് നോക്കുമ്പോൾ നമ്മിലേക്ക് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ, ശത്രുവിന്റെ തലയെ തകർത്ത, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ ജയാളിയായവന്റെ ആ ശക്തി നമ്മുടെ മേൽ വ്യാപരിപ്പാനിടയായി തീരും. നാം പലപ്പോഴും ക്രൂശിനെ ധ്യാനിക്കുന്നത് തിരുമേശയിൽ വരുമ്പോൾ മാത്രമാണ്. തിരുമേശയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, അനുദിനവും എനിക്കും നിങ്ങൾക്ക് നോക്കുവാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ കാൽവരി ക്രൂശിങ്കിലേക്ക് കണ്ണുകളെ ഉയർത്തിക്കണം കേട്ടോ. അവൻ പൂർത്തി വരുത്തുന്നവന്, അവനത്രയും നമ്മുടെ നായകൻ. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കുവാൻ കഴിവുള്ളവന്. എൻ്റെ കർത്താവിന് മുടങ്ങിപ്പോകുന്ന ഒരു പ്രൊജക്റ്റുമില്ല. അവനൊരു പദ്ധതി ആരംഭിച്ചുവെങ്കിൽ, ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചുവെങ്കിൽ അവസാനം വരെ അത് കൊണ്ടെത്തിക്കുവാൻ, നമ്മുടെ ഓട്ടമോടി തികയ്ക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ദൈവകൃപ. അവന്റെ നമ്മുടെ കണ്ണുകളെ നാം വിശ്വാസ നായകനേക്ക് നാം കണ്ണുകളെ ഉയർത്തണം. ഹല്ലേലൂയ. നാലാമത്തെ ചിന്ത പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നാം വായിച്ച കുറിവാക്യം 34 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. നമ്മെ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്ത ഒരു ദൈവത്തിൻ്റെ മുഖത്തേക്ക് നാം കണ്ണുകളെ ഉയർത്തേണ്ടത്. ഹല്ലേലൂയ. അവൻ്റെ മുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തിയോ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലജ്ജിച്ചു പോകുമോ, തകർന്നു പോകുമോ എന്നൊക്കെ നാം ചിന്തിക്കുന്ന ഒരുപാട് രംഗങ്ങൾ നാം അഭിമുഖീകരിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന തൻ്റെ ഭക്തൻ്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഒരു പഴയ ദൈവ ഭാഗം ഞാൻ നിങ്ങൾ ഓർപ്പിച്ചുണർത്തി ഞാൻ വാക്കുകൾ ചുരുക്കാം. ഹല്ലേലൂയ. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം ശ്രദ്ധിച്ച്. നെഹമ്യാവ് 6 അതിൻ്റെ 15-16 വാക്യങ്ങൾ. മതിൽ 52 ദിവസം കൊണ്ട് പണിത് തീർത്തു. ഈ പ്രവൃത്തി പറഞ്ഞാട്ടെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായെന്ന് അവർ ഗ്രഹിച്ചു. ആരാ? ഹല്ലേലൂയ. ഇതുവരെ നിന്ദിച്ചുകൊണ്ടിരുന്നവർ പറയുക ഇത് ദൈവത്തിൻ്റെ കയ്യാൽ ഇത് സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സംഭവ പശ്ചാത്തലമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണല്ലേ. മതിൽ പണിയുവാൻ വേണ്ടി കടന്നു വന്ന നെഹമ്യാവും കൂട്ടരും. ഹല്ലേലൂയ. മറുവശത്ത് സൻബലത്തും തോബിയാവും അവരെ വളരെയധികം അവരെ നിന്ദിക്കുകയും ദുഷിക്കുകയും ദുരുപായങ്ങൾ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കി കള്ളപ്രവചനം നടത്തി എഴുത്ത് നടത്തി എങ്ങനെയൊക്കെ ഈ പണിയെ മുടക്കിക്കളയാമോ അത്തരത്തിലെല്ലാം അവർ പ്രവർത്തിച്ചു. അല്ലേ? അവർ പറയുന്ന ഇന്ന വാക്കുകളും ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഈ അല്പജാതി എന്ത് ചെയ്യുവാൻ പോകുക? ഇവർ ഈ ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിച്ചെടുക്കുമോ? ഒരു ദിവസം അല്ലെ ഇവർ മതിൽ ഒരു ദിവസം കൊണ്ട് പണിത് തീർത്തുമോ? ഇവരിനി പണിതാലും ഒരു കുറുക്കം കയറിയാൽ അത് താഴെ വീണ് പോകത്തെ എന്ന് പറഞ്ഞാൽ അവരെ തീർത്തും അശക്തരാക്കി കളയുന്ന, തകർത്ത് കളയുന്ന നിന്നാവാക്കുകളാണ് അഹലെ സൻബലത്തും തോബിയാവും പറയുന്നത്. പക്ഷേ ഇവിടെ നാം വായിക്കുന്നു ദൈവത്തിൻ്റെ സഹായത്താൽ ഈ വെല്ലുവിളികളുടെ എല്ലാം നടുവിൽ, നിന്നയുടെയും പഴിയുടെയും നടുവിലും ദൈവത്തിൻ്റെ സഹായത്താൽ പണി പൂർത്തീകരിപ്പാൻ ഇടയായി തീർന്നു. അല്ലേ? ഇന്ന് പകൽ നാം ചിന്തിച്ച ഈ ദൈവവചന ഭാഗം ഞാൻ കൺക്ലൂഡ് ചെയ്യുക.
അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എന്തിനാണ് ദൈവമുഖത്തെ കണ്ണുകളെ ഉയർത്തുന്നത്? ഒന്ന്, നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച കർത്താവ്. 2, നമ്മുടെ മേൽ കൃപ പകരുന്ന കർത്താവ്. 3, ഹല്ലേലൂയ, പൂർത്തീകരിക്കുന്ന വിശ്വാസ നായകൻ. 4, ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാതെ നമ്മെ നടത്തുന്ന കർത്താവ്. ഇവിടെ നെഹമ്യാവിന്റെ ജീവിത ചരിത്രം ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സഹായത്താൽ ഈ പണി പൂർത്തീകരിച്ചു. വെല്ലുവിളികളുടെ നടുവിൽ ഇത് പൂർത്തീകരിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ കർത്താവ് പകർന്നു. ഹല്ലേലൂയ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവ് ഈ പണി പൂർത്തീകരിപ്പാൻ അവരെ സഹായിച്ചു. ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളെ നമുക്ക് ആ ക്രൂശിങ്കിലേക്കൊന്ന് ഉയർത്താം. ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. നമ്മയത്തിന് ദൈവസരണിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തുവാൻ. ഹല്ലേലൂയ, ഇന്നെൻ്റെ പ്രശ്നം ഹല്യ നമ്മുടെ വിഷയങ്ങളെയൊക്കെ നാം പർവ്വതീകരിച്ച് വലിയതാക്കി കണ്ടുകൊണ്ട് ഹല്യ പലപ്പോഴും നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ ഹല്യ നിന്റെ വിഷയങ്ങളെയല്ല കാണേണ്ടത്. നിന്റെ വിഷയങ്ങൾ എത്ര വലുതുമാകട്ടെ, അതിൻ്റെ എല്ലാം നടുവിൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന, സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. ഹല്യ, മാനുഷിക ഭുജങ്ങളിൽ ആശ്രയിക്കേണ്ട, മാനുഷികമായിട്ടുള്ള നമ്മുടെ ഒന്നിലും നമുക്ക് ആശ്രയിക്കേണ്ട. ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ ലജ്ജിച്ചു പോകുവാനിടയാകാതെ അവൻ നമ്മെ നടത്തും. ഹല്ലേലൂയ, ഈ ലോകയാത്രയിൽ വെല്ലുവിളികളുടെയും ഭാരങ്ങളുടെയും നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നോക്കുവാനൊരു സ്ഥലം കാൽവരി ക്രൂശിങ്കിലേക്ക് മാത്രമാണ്. ഇന്ന് പകല ക്രൂശിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് ഉയർത്താം. ക്രൂശിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മുടെ മേൽ ഇന്ന് പകരം ആവസിക്കുമാറാകട്ടെ. നമ്മുടെ അന്തരാത്മാവിലേക്ക് ആ ദൈവശക്തി ഒന്ന് വ്യാപരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, എത്ര പേർ തങ്ങളെ എത്ര കർത്താവേ, ഇന്ന് പകൽ അങ്ങയുടെ മുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ അടികളെ സമർപ്പിക്കുന്ന കർത്താവേ, അപ്രകാരം സമർപ്പണത്തിലായിരിക്കുന്നു തങ്ങളുടെ വലത് കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. കർത്താവേ, നിങ്ങളിലേക്ക് ഇന്ന് പകൽ ഞങ്ങൾ കണ്ണുകളെ ഉയർത്തുകയാണ്. ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന കർത്താവേ, കൃപ പകരുന്ന കർത്താവേ, പൂർത്തീകരിക്കുന്നവനെ, ലജ്ജിച്ചു പോകാനിടയാകാൻ നടത്തുവാൻ കഴിവുള്ള കർത്താവിന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. ഈ വാക്കുകൾ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ, ഇന്ന് പകൽ നിങ്ങളോടൊപ്പം കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഞങ്ങൾ അവധിയുള്ള ബന്ധത്തിൽ കുടുംബമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി ഈ ദേശത്തേക്ക് കടന്നു വന്നതാണ്. ടൂർ പ്ലാൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇവിടെ വെള്ളിയാഴ്ചയാണ് സഭായോഗം. ഞങ്ങളുടെ സഭായോഗം ഇപ്പോൾ ഞായറാഴ്ചയാണ് അബുദാബിയിലൊക്കെ. അപ്രകാരം ഇവിടെ അപ്രകാരം ആയിരിക്കുന്ന ചിന്തയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വെള്ളിയാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സഭായോഗം കൂടി പോകണമെന്നുള്ള താല്പര്യത്തിലാണ് കടന്നു വന്നത്. പ്രകാരം സാവകാശം ഒരുക്കിയ പ്രിയ കർത്തദാസനോടുള്ള എല്ലാ സ്നേഹത്തെയും നന്ദി അറിയിക്കും. പ്രത്യേകിച്ച് സന്തോഷം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരും ഇന്ന് പകൽ കർത്താവിൻ്റെ കൃപകളാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.